ഹായ്, വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ മാത്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഒരു 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കുറേ പാർട്ടായിട്ട് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. Raman is standing facing northwest. First he turns 45 degree in the clockwise direction and again 135 degree in the same direction. Then he turns 90 degree in anti-clockwise direction and again 180 in the same direction. Find the direction where Raman is facing. Option A north, option B northwest, option C southwest, option D southeast. ഇത് ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ ഡയറക്ഷൻ ഒന്ന് വരയ്ക്കാം. ഇത് നോർത്ത്, സൗത്ത്, ദെൻ വെസ്റ്റ്, ഈസ്റ്റ്, അങ്ങനെയാണ് ഇതിൽ ഡയറക്ഷൻ വരുന്നത്. ആൻഡ് ഇതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോർത്ത് വെസ്റ്റിനെ ഫേസ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ നോർത്തിനും വെസ്റ്റ് സൈഡിനും ഇടയിലുള്ള ഭാഗമാണ് നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ രാമൻ ഫേസ് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്, നോർത്ത് വെസ്റ്റിൻ്റെ ഇടയിലുള്ള ഭാഗത്തേക്കാണ് രാമൻ ഫേസ് ചെയ്ത് നിൽക്കുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഹി ടേൺസ് 45 ഡിഗ്രി ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 45 ഡിഗ്രി തിരിഞ്ഞു എന്നാണ്. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലേക്കുള്ള ഡയറക്ഷനാണ്. അതായത് ഈ നോർത്ത് വെസ്റ്റ് സൈഡിൽ നിന്ന് നോർത്തിലേക്കുള്ള ആ ഒരു ഡയറക്ഷനെയാണ് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകുന്നത്. അപ്പോൾ ഇത് 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇതാണ് 45 ഡിഗ്രി ആയിട്ട് വരുന്നത്. ആൻഡ് അപ്പോൾ രാമൻ നേരെ ചെല്ലുന്നത് നോർത്തിലാണ്, നോർത്ത് ഡയറക്ഷനിലായിരിക്കും രാമൻ 45 ഡിഗ്രി തിരിയുമ്പോൾ ചെല്ലുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് എഗൈൻ 135 ഡിഗ്രി ഇൻ ദ സെയിം ഡയറക്ഷൻ. വീണ്ടും അവിടെ നിന്ന് വീണ്ടും 135 ഡിഗ്രി സെയിം ഡയറക്ഷനിൽ തിരിഞ്ഞു എന്നാണ്. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് നോർത്ത് ഡയറക്ഷനിലേക്കാണ്. അവിടെ നിന്ന് നമ്മൾ ഈസ്റ്റ് വരെ വരുമ്പോഴത്തേക്കും ഒരു 90 ഡിഗ്രി ആയി, നോർത്തിൽ നിന്ന് ഈസ്റ്റ് ഡയറക്ഷനിൽ വരുമ്പോഴത്തേക്കും. ഇനി ഒരു 45 കൂടെ തിരിഞ്ഞിട്ടുണ്ടെങ്കിലാണ് 135 ഡിഗ്രി ആവുന്നത്. അതായത് ഈ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ്റെ ആ ഒരു ഇതിൽ വരും. അപ്പോൾ ഇതും കൂടെ തിരിഞ്ഞു. അതായത് നോർത്തിൽ നിന്നും സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ എത്തുമ്പോഴാണ് 135 ഡിഗ്രി തിരിഞ്ഞെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം നിൽക്കുന്നത് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് ദെൻ ഹി ടേൺസ് 90 ഡിഗ്രി ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു 90 ഡിഗ്രി കൂടെ തിരിഞ്ഞു. അതായത് ഇപ്പം നമ്മൾ സഞ്ചരിച്ച് വന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ്, നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയണം. അപ്പോൾ ഈ സൗത്ത് ഈസ്റ്റിൽ നിന്നും 90 ഡിഗ്രി തിരിയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് ഈസ്റ്റിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു 45 ഡിഗ്രി കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ഈ നോർത്ത് ഈസ്റ്റിൻ്റെ സൈഡിലേക്ക് ചെല്ലണം. ഒരു 45 ഡിഗ്രിയും കൂടെ കവർ ചെയ്യുമ്പോഴാണ് ഇവിടെ 90 ഡിഗ്രി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സഞ്ചരിച്ചിട്ട് എത്തിയത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ എത്തി. ഇനി എഗെയിൻ 180 ഡിഗ്രി ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പോൾ ഈ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ 180 ഡിഗ്രി തിരിയണം. 180 എന്ന് പറയാൻ നേരത്ത് നമുക്കറിയാം നമ്മൾ ആ എടുക്കുന്നതിൻ്റെ പകുതിയാണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ 180 എന്ന് പറയാൻ നേരത്ത് നേരെ അവിടെ നിന്ന് ഈ നിൽക്കുന്ന നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ്റെ അവിടെ നിന്ന് തുടങ്ങി നേരെ ചെന്നെത്തുന്നത് സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ്റെ അവിടെയായിരിക്കും നമ്മൾ ചെന്നെത്തുന്നത്. 180 എന്ന് പറയുമ്പോൾ അങ്ങനെ വരും. നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്ന് തുടങ്ങി നോർത്തിലൂടെ നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലൂടെ വെസ്റ്റിലേക്ക് എത്തി, പിന്നെ അവിടെ നിന്ന് സൗത്ത് വെസ്റ്റിലെത്തുന്നത് വരെയുള്ളതാണ് 180 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഫൈൻഡ് ദ ഡയറക്ഷൻ വേർ രാമൻ ഫേസിങ്. രാമൻ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന അപ്പോൾ ഏതായിരിക്കും സൗത്ത് വെസ്റ്റ് ഡയറക്ഷനെയാണ് രാമൻ ഫേസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, സൗത്ത് വെസ്റ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find out the wrong term in the given series. ഇതിൽ wrong term ആണ് കണ്ടുപിടിക്കേണ്ടത്. 5, 6, 14, 40
89, 170, 291. Option A 6, option B 14, option C 40, option D 89. ഇത്രയാണ് ഓപ്ഷൻസിലുള്ളത്. നമുക്ക് ഈ സീരീസ് ഒന്ന് എഴുതി നോക്കാം. 5, 6, 14, 40, 89, 170, 291. ഓക്കെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിന് ആദ്യമായിട്ട് നമുക്കിതിൻ്റെ ഡിഫറൻസ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ 5ഉം 6ഉം എന്ന് പറയുമ്പോൾ 1 അവിടെ ഡിഫറൻസ്. 6ഉം 14ഉം തമ്മിൽ 8 ഡിഫറൻസ് വരിക. ഇനി 14ഉം 40ഉം തമ്മിൽ 26 ഡിഫറൻസ്. 40ഉം 89ഉം തമ്മിൽ 49. 89ഉം 170ഉം തമ്മിൽ 81. 170ഉം 291ഉം തമ്മിൽ 121. ഇങ്ങനെയാണ് നമുക്ക് ഡിഫറൻസ് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോക്കാൻ നേരത്ത് ഈ 121 എന്ന് പറയുന്നത് 11ൻ്റെ സ്ക്വയറാണ്. എപ്പോഴും നമ്മൾ സ്ക്വയറും ക്യൂബും ഒരു 20 വരെയുള്ള സ്ക്വയറുകളും 10 വരെയുള്ള ക്യൂബുകളും കാണാതെ പഠിച്ചിട്ട് പോവുക. അപ്പോൾ നമുക്ക് എക്സാമിന് അത്രയും എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഓരോന്നിൻ്റെയും സ്ക്വയർ ഏതാണോ ക്യൂബ് ഏതാണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ 121 എന്ന് പറയുന്നത് 11ൻ്റെ സ്ക്വയറാണ്. 81 എന്ന് പറയുന്നത് 9ൻ്റെ സ്ക്വയറാണ്. 49 എന്ന് പറയുന്നത് 7ൻ്റെ സ്ക്വയറാണ്. 26 സ്ക്വയറായിട്ട് വരുന്നില്ല. 8ഉം സ്ക്വയറായിട്ട് വരുന്നില്ല. പിന്നെ ഉള്ളത് 1 എന്ന് പറയുന്നത് 1ൻ്റെ തന്നെ സ്ക്വയറാണ്. അപ്പോൾ ഇതെല്ലാം 7, 9, 11 അങ്ങനെ ഓരോന്നും സ്ക്വയറായിട്ട് വന്ന സ്ഥിതിക്ക് ഇത് വരുന്നില്ല. നമുക്ക് റോങ് ടേം ആയിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 8ഉം 16ഉം ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇതിൽ ആണ് നമുക്ക് റോങ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 11, 9, 7. അപ്പോൾ ഇവിടെ ആയിരുന്നെങ്കിൽ വരാൻ ചാൻസ് ഉള്ളതെന്ന് പറയുന്നത് 5. 5ൻ്റെ സ്ക്വയറാണ് വരാൻ ചാൻസ്. അപ്പോൾ 5ൻ്റെ സ്ക്വയർ വരുമ്പോൾ 25 വരിക. 5ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 25 വരണം. ഓക്കെ, 25 വരണം. അതുപോലെ ഇവിടെ എന്ന് പറയുന്നത് അടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ വരേണ്ടത് 3ൻ്റെ സ്ക്വയറാണ് വരേണ്ടത്. 3ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ 9 വരേണ്ടത്. അപ്പോൾ ഈ ഒരു ടേം വരുന്നതെന്ന് പറഞ്ഞത് 15 വരേണ്ടത്. ഈ ഒരു ടേം എന്ന് പറയുന്നത് എന്നാലാണ് ഇവിടെ സീരീസ് കറക്റ്റ് ആവുള്ളൂ. ഇതിനാണ് പ്രശ്നമുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. 14 പ്രശ്നമുള്ളത്. അപ്പോൾ ഇവിടെ വരുന്നത് ഇവിടെ വരേണ്ടത് 9ഉം ഈ ഡിഫറൻസ് 6ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസിൻ്റെ 6ഉം 14ഉം തമ്മിലുള്ള ഡിഫറൻസിൻ്റെ ആ ഒരു ഭാഗത്ത് 8 വന്നിരിക്കുന്നത്. അവിടെ വരേണ്ടത് 9ഉം ആൻഡ് 14ഉം 40ഉം തമ്മിലുള്ള ഡിഫറൻസിൻ്റെ അവിടെ നമുക്ക് വരേണ്ടത് 25 വരേണ്ടത്. 9ഉം 25 വരുന്നു നമുക്ക് വരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ റോങ് ടേം എന്ന് പറയുന്നത് 14. ഓക്കെ, അവിടെ 15 വരേണ്ടത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് 14. Find out the missing number in the series 1, 3, 6, 8, 8, 16. ഓപ്ഷൻ എ 18, ഓപ്ഷൻ ബി 32, ഓപ്ഷൻ സി 26, ഓപ്ഷൻ ഡി 24. നമുക്ക് 1, 3, 6, 8, 16 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു സീരീസ് ആണ്. നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. 1 + 2 ആണ് 3 എന്ന് പറയുന്നത്. 3 × 2 ആണ് 6 എന്ന് പറയുന്നത്. 6 + 2 ആണ് 8. 8 × 2 ആണ് 16 എന്ന് പറയുന്നത്.
അപ്പോൾ +2 × 2 അങ്ങനെയാണ് പോകുന്നത്. ഇവിടെ 8 × 2 16 വന്നത് കാരണം നെക്സ്റ്റ് എന്ന് പറയുന്നത് 16 + 2 ആയിരിക്കും വന്നത്. അത് 18 ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ 18 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അതും ഒരു സീരീസ് മോഡലിൽ തന്നെയുള്ളതാണ്. ഇംഗ്ലീഷ് ആൽഫബറ്റ് വെച്ചിട്ടുള്ളതാണ്. TXP, GWN, JVL, MUJ. ഇതിൻ്റെ നെക്സ്റ്റ് ടേം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ DXP, GWN, JVL, MUJ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ഓരോന്നും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാൻ പറ്റും. T കഴിഞ്ഞിട്ട് ഇവിടെ ആദ്യം കിടക്കുന്നത് G ആണ്. ഓക്കെ, അപ്പം നമ്മൾ Eയും Fഉം കഴിഞ്ഞാണ് G വരുന്നത്. ഇനി ഇതുപോലെ തന്നെ G കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് J ആണ്. HI കഴിഞ്ഞിട്ടാണ് J വരുന്നത്. J കഴിഞ്ഞിട്ടുള്ളത് M ആണ്. അത് കഴിഞ്ഞിട്ട് KL കഴിഞ്ഞിട്ടാണ് M വരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത ലെറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ M കഴിഞ്ഞിട്ട് അപ്പോൾ വരുന്നത് Nഉം Oയും കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും P ആയിരിക്കും വരുന്നത്. ഓക്കെ, ഓപ്ഷനിൽ P വെച്ചിട്ട് 2 എണ്ണം ഉണ്ട്. Aയും Bയും ഓപ്ഷനിൽ P വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇനി നമ്മൾ അടുത്തത് എടുത്ത് നോക്കാൻ നേരത്ത് Pയും Nഉം ആണ് കിടക്കുന്നത്. നമുക്ക് അറ്റത്തുള്ളത് നോക്കാം. Pയും Nഉം എന്ന് പറയുമ്പോൾ N കഴിഞ്ഞിട്ട് ഓക്കെ, Pയുടെ മുന്നിൽ ഒരു O ഉണ്ട്. O കഴിഞ്ഞിട്ടാണ് N വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ Nഉം Lഉം നോക്കുമ്പോൾ Nന് മുമ്പിലായിട്ട് M ഉണ്ട്. M കഴിഞ്ഞിട്ടാണ് L വരുന്നത്. ഇനി Lഉം Jയും നോക്കുമ്പോൾ അവിടെയായിട്ടൊരു K ഉണ്ട്. Kയ്ക്ക് മുന്നെയാണ് J വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ Jയുടെ മുമ്പിലുള്ള ഒരു നമ്പറാണ്, Jയുടെ മുമ്പിലുള്ള ലെറ്ററാണ് I എന്ന് പറയുന്നത്. Iക്ക് മുമ്പിലുള്ളതാണ് H. അപ്പോൾ P തുടങ്ങി Hൽ അവസാനിക്കുന്നതാണ് ഇത്. അതായത് B ആണ് ആൻസർ. നടുക്കത്തെ നമുക്ക് കണ്ടുപിടിക്കാം. X. Xന് മുമ്പാണ് W. Wന് മുന്നേ ആണ് V വരുന്നത്. ആൻഡ് Vക്ക് മുന്നേ ആണ് U വരുന്നത്. Uയുടെ മുന്നിൽ ഇനി വരുന്നതാണ് T. ഓക്കെ, അപ്പോൾ PTH. ഇതിൻ്റെ ആൻസർ PTH എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ. 100, 144, 64, 16, 196. ഇതിലെ ഓഡ് വൺ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഇത് തമ്മിലായിട്ട് ഒരു കോമൺ ഡിഫറൻസുകളോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഈ ഓരോ നമ്പറിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 എന്ന് പറയുന്നത് 10ൻ്റെ സ്ക്വയറാണ്. 144 എന്ന് പറയുന്നത് 12ൻ്റെ സ്ക്വയറാണ്. 64 എന്ന് പറയുന്നത് 8ൻ്റെ സ്ക്വയറാണ്. 16 എന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയറാണ്. 196 14ൻ്റെ സ്ക്വയറാണ്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും സ്ക്വയറാണ്. പിന്നെ ഇതിൽ നിന്നൊരു എക്സംഷൻ എന്നുള്ളത് 64-നാണുള്ളത്. ബാക്കി എല്ലാ നമ്പേഴ്സും ഒരു നമ്പറിൻ്റെ സ്ക്വയർ മാത്രമാണ്. പക്ഷേ ഈ 64 എന്നുള്ളത് 4ൻ്റെ ക്യൂബ് കൂടിയാണ്. അപ്പോൾ 8 സ്ക്വയർ എന്ന് പറയുന്നതും 64 ആണ്. 4 ക്യൂബ് എന്ന് പറയുന്നതും 64 ആണ്. ഇതിൽ 64-ന് മാത്രമുള്ള പ്രത്യേകതയാണത്. വേറെ എല്ലാം ഓരോന്നിൻ്റെ സ്ക്വയർ മാത്രമാണ്, വേറെ ഒന്നിൻ്റെ ക്യൂബോ അങ്ങനെ ഒന്നുമല്ല. അപ്പോൾ ഇതിലെ ഓഡ് 1 എന്ന് പറയുന്നത് 64 ആണ്. ഇതിലെ ഓഡ് 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.